السلام عليكم ورحمة الله وبركاته. بسم الله الحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه الفائزين برضو الله أما بعد. ഏറ്റവും സ്നേഹം നിറഞ്ഞ 2ാം ക്ലാസ് വിദ്യാർത്ഥികളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദം നബി അലൈഹി ഇസ്ലാമിൻ്റെ പ്രവാചകന്മാരുടെ ഇസ്മത്തിനെ കുറിച്ചും ആദം നബി അലൈഹി ഇസ്ലാം സ്വർഗത്തിൽ നിന്ന് നിരോധിക്കപ്പെട്ട പഴം ഭക്ഷിച്ചതിനെ കുറിച്ചും അതിൻ്റെ പേരിലുള്ള സംശയങ്ങളും അതിൻ്റെ സംശയ നിവാരണവും എല്ലാം നടത്തി. അപ്പോൾ അതെല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട പ്രവാചകന്മാർ അംബിയാ അലൈഹിസ്സലാത്തു വസ്സലാം അവർക്ക് അനുവദനീയമാവുന്ന കാര്യങ്ങൾ എന്തൊക്കെ, വാജിബാവുന്നതും മുസ്തഹീലായതുമായ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം നമ്മൾ ഇനി ജായിസായ കാര്യങ്ങളിലേക്ക് കിടക്കണം. മാതാ യജൂസു ഫി ഹഖിൽ അംബിയാ അലൈഹിസ്സലാം, അംബിയാക്കന്മാരുടെ ഹഖിൽ എന്താണ് ജായിസാകുന്നത്? ജവാബ്: യജൂസു അലൽ അംബിയാ അലൈഹിസ്സലാം വുഖൂഉൽ അഅറാദിൽ ബശരിയ അല്ലതി ലാ തുഅദ്ദി ഇലാ നഖ്സിൻ ഫി മറാത്തിബിഹിം അൽ അലിയ്യ كالأكل والشرب والجوع والعطش واعتراء الحر والبر والتعب والراحة والمرض والصحة برد واحتراء الحر والبرد والتعب والراحة والمرض والصحة. ومثل ذلك التجارة والاحتراف بحرفة من الحرف التي ليست دنية لأنهم بشر يجوز عليهم ما يجوز على البشر مما لا يؤدي إلى نقص. യജൂസു അലൽ അംബിയാ അലൈഹിസ്സലാം, അംബിയാക്കന്മാരുടെ മേൽ അനുവദനീയമാണ് വുഖൂഉൽ അഅറാദിൽ ബശരിയ, മനുഷ്യപരമായ പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ. അറളും ജമ അറാൽ എന്ന് പറഞ്ഞാൽ പുതുതായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ. അറളും ജമ അറാൽ പുതുതായിട്ടുണ്ടാകുന്ന കാര്യങ്ങൾ, അത് സംഭവിക്കൽ അനുവദനീയമാണ്. അല്ലത്തി എങ്ങനത്തെ അറാലുകളല്ല തുഅദ്ദീ നയിക്കുകയില്ല ഇലാ നഖ്സിൻ ന്യൂനതയിലേക്ക്, ഫീ മറാത്തിബിഹിം അൽ അലിയ്യത്തി അവരുടെ ഉയർന്ന സ്ഥാനങ്ങളിൽ ന്യൂനതയിലേക്ക് വഴി നടത്തുന്നില്ല. അല്ലത്തി അങ്ങനത്തെ അലാത്തു അതിൽ നടത്തുന്നില്ല ഇലാ നഖ്സിൻ ന്യൂനതയിലേക്ക്, ഫീ മറാത്തിബിഹിം അൽ അലിയ്യത്തി അവരുടെ ഉയർന്ന പദവികളിൽ, കൽ അകിലി തിന്നൽ പോലെ, വശുർബി കുടിക്കല്, വൽ ജൂഇ വിശക്കല്, വൽ അത്ശി ദാഹം, വിശപ്പ്, അത്ശി ദാഹം, വഅ്തിറാഹിൽ ഹർരി വൽ ബർദി, ഹർറ് എന്ന ചൂട്, ബർദ് തണുപ്പ്. ഇഅ്തിറാ എന്ന് പറഞ്ഞാൽ പുതുതായി ഉണ്ടാവൽ, ഇഅ്തിറാഹ് പുതുതായി ഉണ്ടാവൽ, വഅ്തിറാഹിൽ ഹർരി വൽ ബർദി ചൂടും തണുപ്പും പുതുതായി ഉണ്ടാവലും, വത്തഅബി ക്ഷീണം, വറാഹത്തി ആശ്വാസം, വൽ മറദി രോഗം, വസിഹത്തി ആരോഗ്യവും. മിസ്ലു ദാലിക അതുപോലെ തന്നെയാണ് തിജാറത്തു കച്ചവടം, വൽ ഇഹ്തിറാഫു ജോലി ചെയ്യൽ, ബിഹിർഫത്തിൻ തൊഴിൽ കൊണ്ട്, വൽ ഇഹ്തിറാഫു തൊഴിലെടുക്കൽ ജോലിയെടുക്കുക, ബിഹിർഫത്തിൻ ഒരു ജോലി കൊണ്ട്, മിനൽ ഹിറഫി ജോലികളിൽ നിന്നുള്ള ഒരു ജോലി കൊണ്ട്, അല്ലത്തി എങ്ങനത്തെ ജോലിയാണ്, ലൈസത്ത് അതല്ല, ദനിയത്തിൻ താഴ്ന്നതല്ലാത്ത ജോലികളിൽ നിന്നുള്ള ജോലിയൊക്കെ ചെയ്യലും അനുവദനീയമാണ്. ദനിയത്ത് തന്നെ താഴ്ന്നത്. അന്നഹും കാരണം അവർ ബഷറുൻ മനുഷ്യരാണ്, യജൂസു അലൈഹിം അവരുടെ മേൽ അനുവദനീയമാകുന്നു, മാ യജൂസു അലൽ ബഷരി മനുഷ്യന്മാരുടെ മേൽ അനുവദനീയമാകുന്നതെല്ലാം, മിമ്മാ ലാ യുഅദ്ദി ഇലാ നഖ്സിൻ മിമ്മാ ഒന്നിൽ നിന്ന് ലാ യുഅദ്ദി അത് നയിക്കുന്നില്ല, ഇലാ നഖ്സിൻ ന്യൂനതയിലേക്ക്, മിമ്മാ ഒന്നിൽ നിന്ന് ലാ യുഅദ്ദി അത് നയിക്കുന്നില്ല, ഇലാ നഖ്സിൻ ന്യൂനതയിലേക്ക്. അപ്പോൾ ന്യൂനതയിലേക്ക് നയിക്കാത്ത എന്ത് പരിപാടിയാണെങ്കിലും എന്ത് തൊഴിലാണെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നതാണ് യജൂസു. അപ്പോൾ ഇനി വേറെ സംശയം, പ്രവാചകന്മാർക്ക് രോഗമൊക്കെ ഉണ്ടാവുന്നുണ്ടല്ലോ, അതൊക്കെ ഉണ്ടാകുന്നത് ഹിക്മത്ത് എന്താണ്? അതൊക്കെ അവർക്ക് രോഗമൊക്കെ ഉണ്ടാവുന്നൊക്കെ പറയുമ്പോൾ കുറച്ചിലല്ലേ? അതാണ് അടുത്ത മൽ ഹിക്മത്ത്, എന്താണ് യുക്തി ഫീ ലുഹൂഖിൽ അംറാദി വൽ ആലാമി ബിൽ അംബിയാ അലൈഹിസ്സലാത്തു വസ്സലാം. മൽ ഹിക്മത്ത് എന്താണ് യുക്തി ഫീ ലുഹൂഖിൽ അംറാദി വൽ ആലാമി രോഗങ്ങളും വേദനകളും ചേർക്കുന്നതിൽ, ബിൽ അംബിയാ അലൈഹിസ്സലാത്തു വസ്സലാം അംബിയാക്കന്മാരോട് പ്രവാചകന്മാരിൽ വേദന അതുപോലെ രോഗങ്ങൾ ചേർക്കുന്നതിൽ ഹിക്മത്ത് എന്താണ്? ജവാബ്: الحكمة في لحوق الأمراض والآلام بالأنبياء عليهم الصلاة والسلام مع كونهم خير البرية وكون ساحتهم من العيوب برية أن يعظم أجرهم ويظهر في طاعة الله تعالى ثباتهم وصبرهم، لأجل أن تتأسى بهم الناس إذا هل بهم البلاء والبأس، ويعلم أن الدنيا دار بلاء وامتحان لا دار إكرام وإحسان، ولئلا يعتقد الألوهية أحد فيهم إذا رأى المعجزات الباهرة تظهر على أيديهم، ويعلم أن ذلك بإرادة الله تعالى وخلقه ليس غيره، وأنهم وإن عظم قدرهم وجل أمرهم فهم عبيد عاجزون عن جلب عظم قدرهم الضرر.
അൻജൽബി അല്ലറരി അൻജൽബി അൽ മുഖദ്റുഹും അല്ലറ അല്ലറ. അപ്പൊ എന്താ പറഞ്ഞത്? അപ്പൊ എന്താണ് ഇങ്ങനെ പ്രവാചകന്മാരിലേക്ക് ഇങ്ങനെ ഉണ്ടാകുന്ന വേദനകളും രോഗങ്ങളൊക്കെ ചേർക്കുന്നത്? അമ്രാൽ എന്ന് പറഞ്ഞ രോഗങ്ങൾ, ആലാം എന്ന് പറഞ്ഞ വേദനകൾ. അൽ ഹിക്മത്തു, അത് എന്താണ് ഹിക്മത്ത് എന്ന് വെച്ചാൽ എന്താണ്? അവരുടെ ക്ഷമ അത് എത്രയാണെന്ന് അറിയാൻ. അതുപോലെ ദുനിയാവ് ഒരു പരീക്ഷണ വീടാണ്, അതിൽ ഒരു ആദരവിന്റെ ബഹുമാനത്തിന്റെ വീടല്ല എന്ന് അവർ മനസ്സിലാക്കാൻ. അതുപോലെ ആളുകൾ അവരിൽ ദൈവികത്വത്തെ വിശ്വസിക്കാതിരിക്കാൻ, കാരണം അവരിങ്ങനെ മുജ്ജത്തുകളൊക്കെ കാണിക്കുമ്പോൾ അത് അള്ളാഹുവിൻ്റെതാണ് എന്ന ആളുകൾ വിശ്വസിക്കാനും, അവർക്ക് ഇങ്ങനെ രോഗമൊക്കെ ഉണ്ടാകുമ്പോൾ അത് വലിയ അവരുടെ ദൈവങ്ങളാണ് എന്നൊന്നും വിശ്വസിക്കാതിരിക്കാൻ. അൽ ഹിക്മത്തു യുക്തി ഫീൽ ഹുഖിൽ അമ്രാൽ വല്ലാം, രോഗങ്ങളും വേദനകളും ചേരുന്നതിൽ ബിൽ അംബിയ അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകന്മാരോട് മാക്കൗനിഹിം ഖൈറുൽ ബരിയത്തി, അവർ സൃഷ്ടികളിൽ വെച്ച് ഏറ്റവും നല്ലവരായിരിക്കെ അതോടുകൂടെ അവരിൽ ഇങ്ങനെ ഇതൊക്കെ ചേരുക എന്നുള്ളത് അതിന്റെ യുക്തി. അതുപോലെ കൗനി സാഹത്തി മിനൽ ഉയൂബി ബരിയ, മാക്കൗനിഹിം ഖൈറുൽ ബരിയത്തി, അതുപോലെ കൗനി സാഹത്തിഹിം മാക്കൗനിഹിം എന്ന് പറഞ്ഞാൽ അതിന് പിന്നെ അവരുടെ സാഹത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ സാഹത്ത് എന്ന ശരിക്കർത്ഥം മുറ്റം എന്നാണ് അർത്ഥം. അതായത് അവരുടെ ചുറ്റുപാടായതിനാൽ മിനൽ ഉയൂബി ബരിയത്തിൻ, ന്യൂനതകളിൽ നിന്ന് ഒഴിഞ്ഞത്, ബരിയത്ത് എന്ന് പറഞ്ഞാൽ ഒഴിഞ്ഞത്. അങ്ങനെയൊക്കെ അവരോട് കൂടെ പിന്നെ ഇവരിൽ ഇങ്ങനെ രോഗങ്ങളും ഇതൊക്കെ വേദനകളൊക്കെ ചേരുക എന്നുള്ളത് അയ്യുളമ അജ്റുഹും, അവരുടെ കൂലി വർദ്ധിക്കാനാണ്. വയൽഹറ ഫീ ത്വഅത്തില്ലാഹി സബാത്തുഹും വസബ്റുഹും, അള്ളാഹുവിനെ വഴിപ്പെടുന്നതിൽ അവരുടെ സ്ഥിരതയും അവരുടെ ക്ഷമയും പ്രകടമാവാനുമാണ്. അയ്യുളമ അജ്റുഹും, അവരുടെ കൂലി വർദ്ധിക്കാനാണ്. വയൽഹറ ഫീ ത്വഅത്തില്ലാഹി തആല, അല്ലാഹു തആല വഴിപ്പെടുന്നതിൽ പ്രത്യക്ഷപ്പെടാനാണ്. സബാത്തുഹും വസബ്റുഹും, അവരുടെ സ്ഥിരതയും അവരുടെ ക്ഷമയും. അജലി എന്ത തഅസ്സാബിഹിം നാസു, ജനങ്ങൾ അവരെ പിന്തുടരാൻ വേണ്ടി, പിന്തുടരുക എന്ന കാരണത്തിന് വേണ്ടി, തഅസ്സന പിന്തുടരുക. ഇദാ ഹല്ല ബിഹിമുൽ ബലാഉ വൽ ബഅസു, അവരിൽ പരീക്ഷണവും അതുപോലെ വിഷമവും ഇറങ്ങിയാൽ, ബഅസന വിഷമം, പ്രയാസം. വയഅമലു നല്ല വയഅലമു, അവരറിയാനും, അന്ന ദുനിയ, തീർച്ചയായിട്ടും ദുനിയാവ് ദാറു ബലാഇൻ ഇംതിഹാനിൻ, പരീക്ഷണത്തിന്റെ വീടാണ്. ലാ ദാറു ഇക്റാമിൻ വഇഹ്സാനിൻ, ആദരവിന്റെയും ബഹുമാനിന്റെയും വീടല്ല. വലി അല്ലാ യഅ്തഖിദൽ ഉലൂഹിയ്യത, ദൈവികത്വത്തിനെ വിശ്വസിക്കാതിരിക്കാനാണ്. അഹദുൻ, ഒരാളും, ഫീഹിം അവരിൽ ഒരാളും തന്നെ ദൈവികത്വത്തിനെ വിശ്വസിക്കാതിരിക്കാനാണ്. ഇദാ റഅ അൽ മുഅ്ജിസാത്തിൽ ബാഹിറ, പ്രത്യക്ഷമായ മുഅ്ജിസത്തുകൾ അവരിൽ നിന്ന് കണ്ടാൽ, അവരിൽ നിന്ന് മുഅ്ജിസത്തുകളൊക്കെ കണ്ടാൽ അവർ ദൈവങ്ങളാണെന്ന് വിശ്വസിക്കാതിരിക്കാൻ. എങ്ങനത്തെ മുഅ്ജിസത്തുകൾ? തളഹറു അലാ യദീഹിം, അവരുടെ കരങ്ങളിലൂടെ പ്രത്യക്ഷപ്പെടുന്നു. വയഅലമ, അറിയാനും വേണ്ടിയാണ്. അന്ന ദാലിക ബിഇറാദത്തില്ലാഹി തആല, ഇതെല്ലാം അല്ലാഹുവിന്റെ ഉദ്ദേശം കൊണ്ടാണ്. വഖൽഖിഹി, അല്ലാഹുവിന്റെ സൃഷ്ടിപ്പും കൊണ്ടാണ്. ലൈസ ഗൈറു, മറ്റൊന്നും വേറെ ഒന്നുമല്ല. വഅന്നഹും, തീർച്ചയായിട്ടും അവർ, വഇൻ അളമ ഖദ്റുഹും, അവരുടെ പദവികളെല്ലാം ഉയർന്നാലും, വജല്ല അംറുഹും, അവരുടെ കാര്യങ്ങളെല്ലാം വളർന്നാലും ഉന്നതമായാലും, അപ്പോൾ അങ്ങനൊക്കെ ആയാലും, ഫഹും അബീദുൻ അജ്സൂന, അവരെല്ലാവരും അശക്തരായ അടിമകളാണ്. ഫഹും, അവരെല്ലാം അബീദുൻ അജ്സൂന, ശക്തിയില്ലാത്തവരായ അടിമകളാണ്. എന്തിനു തൊട്ട് ശക്തിയില്ലാത്ത? ജൽബി ലറരി എന്ന രൂപത്തിലായിരിക്കും യഥാർത്ഥത്തിൽ ഉണ്ടാവുക. പിന്നെ അതിൻ്റെ ഇടയിൽ അളുമ ഖദ്റുഹും എന്ന് അവരെ ബഹുമാനിക്കാൻ വേണ്ടി കൊടുത്താണ്. അൻജൽബി ലറരി, ബുദ്ധിമുട്ടുകളെ വലിയച്ചു കൊണ്ടുവരുന്നത് തൊട്ട് അവർ അശക്തരാണ്. അത് അവരിൽ നിന്ന് ഒഴിവാകുന്നതിന് തൊട്ട് അശക്തരാണ്. അവരുടെ പദവികളെല്ലാം ഉയർന്നിരിക്കുന്നു എന്ന്. അതിൻ്റെ ഇടയിൽ മുത്തരലായ ജംല, അളുമ ഖദ്റുഹും, അവരുടെ സ്ഥാനങ്ങൾ ഉയർന്നിരിക്കുന്നു, വലുതായിരിക്കുന്നു. ഇനി മാ ഖുലാസത്തുമായ ജബൻ ഹഖിൽ അംബിയ അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകന്മാരുടെ ഹക്കിൽ നമ്മൾ വിശ്വസിക്കുന്ന നിർബന്ധമായ ഒന്നിന്റെ ഖുലാസ എന്താണ്, ചുരുക്കം എന്താണ്? ജവാബ്, നഅ്തഖിദു അന്നൽ അംബിയ അലൈഹിം സ്വലാത്തു വസ്സലാം മൗസൂഫൂന ബികുല്ലി സിഫത്തി തസയ്യുനിൻ വമുബറഊന ഫിൽ ളാഹിരി വൽ ബാത്തിനി വൽ ഫഇലി വൽ ഖൗലി അൻ കുല്ലി അംരിൻ യശീൻ ഫഅന്നഹും യജൂസു അൻ തത്റഅ അലൈഹിമുൽ അഅറാദുൽ ബശരിയ്യത്തു അല്ലതി ലാ തുഅദ്ദി ഇലാ നഖ്സിൻ ഫീ മറാത്തിബിഹിമിൽ അലിയ്യത്തി فأن الله اصطفاهم على العالمين وأرسلهم إليهم ليكونوا بأوامره وأحكامه عالمين وأنهم لم يختلفوا أمر الدين لكونه أصلا لتعلقه بالاعتقاد الذي لا يقبل التعدد والتحول أصلا وإنما اختلفوا في بعض أحكام الشريعة لكونها فرعا لتعلقها بالعمل الذي توجب الحكمة اختلافه باختلاف الأمم زمانا ومكانا وحالا وطبعا. അപ്പോൾ പ്രവാചകന്മാരെ കുറിച്ചുള്ള വിശ്വാസത്തിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ ഒരു ഖുലാസ, എന്തൊക്കെ കാര്യത്തിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടത് എന്നൊരു, അവരെക്കുറിച്ച് എന്തൊക്കെ കാര്യങ്ങൾ വിശ്വസിക്കണം എന്നൊരു ഖുലാസത്താണ് ചുരുക്കം. നേരത്തെ നമ്മൾ വിശ്വസിക്കുന്ന അന്നൽ അംബിയ അലൈഹി സ്വലാത്തു വസ്സലാം, തീർച്ചയായിട്ടും പ്രവാചകന്മാർ മൗസൂഫൂന, ഒരു വിശേഷണം ശ്രദ്ധിക്കപ്പെട്ടവരാണ്. ബികുല്ലി സിഫത്തി തസയ്യുനിൻ,
ഭംഗിയാകുന്ന വിശേഷണങ്ങൾ കൊണ്ടല്ല, അതായത് നല്ലതായി തോന്നുന്ന എല്ലാ വിശേഷണങ്ങൾ കൊണ്ടും ഒരു വിശേഷം ശ്രദ്ധിക്കുന്നവരാണ്. മുബറഊന ഫിൽ ളാഹിരി വൽ ബാത്തിനി വൽ ഖൗലി വൽ ഫീലി വൽ ഖൗലി, പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലും പുറമെയും അകത്തും അതുപോലെ ഫീലിലും ഖൗലിലും പ്രവൃത്തിയിലും വാക്കിലും അവർ ഒഴിഞ്ഞവരാണ്. മുബറഊന ഒഴിഞ്ഞവരാണ്. അൻ കുല്ലി അംരിൻ യശീനു, മോശമാക്കുന്ന എല്ലാ കാര്യങ്ങളെ തൊട്ടും. അൻ കുല്ലി അംരിൻ യശീനു, മോശമാക്കുന്ന എല്ലാ കാര്യത്തിനെ തൊട്ടും. അന്നഹും തീർച്ചയായിട്ടും അവർ യജൂസ് അനുവദനീയമാണ്. അന്തത്തുറ അലൈഹിം അവരുടെ മേൽ പുതുതായി ഉണ്ടാവൽ അൽ അഅറാദുൽ ബശരിയ മനുഷ്യരിൽ ഉണ്ടാകുന്ന പുതുതായി ഉണ്ടാകുന്ന കാര്യങ്ങൾ. അല്ലത്തി എങ്ങനത്തെ അഅറാദുകളാണ് ലാ തുഅദ്ദി അത് നയിക്കുകയില്ല, ലാ തുഅദ്ദി അത് നയിക്കുകയില്ല ഇലാ നഖ്സിൻ ഒരു ന്യൂനതയിലേക്ക് ഫി മറാത്തിബിഹിം അൽ അലിയത്തി അവരുടെ ഉയർന്ന പദവിയിൽ. അന്നല്ലാഹ് പിന്നെന്തും വിശ്വസിക്കണം. അന്നല്ലാഹ് തീർച്ചയായിട്ടും പ്രവാചകന്മാർ തീർച്ചയായിട്ടും അള്ളാഹു ഇസ്തഫാം അവരെ തിരഞ്ഞെടുത്തു അലൽ ആലമീന ലോകരുടെ മേൽ, ലോകത്തുള്ള എല്ലാവരുടെ മേലും അവരെ അള്ളാഹു തിരഞ്ഞെടുത്തു. അർസലഹും അള്ളാഹു അവരെ അയച്ചു ഇലൈഹിം ആ ലോകരിലേക്ക് ലിയകൂനു ആ ലോകത്തുള്ള ആളുകളാവാൻ, ലിയകൂന അവരാകാൻ ആ ലോകത്തുള്ള ആളുകളാവാൻ ബി അവാമിരിഹി അള്ളാഹുവിന്റെ കൽപ്പനകൾ കൊണ്ട് അഹ്കാമി അള്ളാഹുവിന്റെ വിധിവിലക്കുകളെ കൊണ്ടും ആലിമീന അറിയുന്നവരാകാൻ. ബി അവാമിരി വഹ്കാമി ആലിമീൻ അള്ളാഹുവിന്റെ കൽപ്പനകൾ കൊണ്ടും അവന്റെ വിധിവിലക്കുകളെ കൊണ്ടും അറിയുന്നവരാകാൻ അള്ളാഹു അവരെ അയച്ചു, പ്രവാചകന്മാരെ അയച്ചു. അന്നഹും പിന്നെ എന്തും വിശ്വസിക്കണം. അന്നഹും തീർച്ചയായിട്ടും ആ പ്രവാചകന്മാർ ലം യഖ്തലിഫു ഫി അംരി ദീനി ദീനിന്റെ കാര്യത്തിൽ അവർ ഒരിക്കലും അഭിപ്രായ വ്യത്യാസമുള്ളവരായിട്ടില്ല. അവർ അഭിപ്രായ വ്യത്യാസമുള്ളവരായിട്ടില്ല. ലികൗനിഹി അസ്ലൻ അത് അടിത്തറയായതിനാൽ, ദീനിന്റെ കാര്യം അടിത്തറയായതിനാൽ, ഒരു അസ്ലായതിനാൽ അസ്ലുമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. ലി തഅല്ലുഖിഹി അത് ബന്ധപ്പെട്ടതിന് വേണ്ടി ബിൽ ഇഅ്തിഖാദി വിശ്വാസം കൊണ്ട്. അല്ലതി എങ്ങനത്തെ വിശ്വാസമാണ് ലാ യഖ്ബലു തഅദ്ദുദ വത്തഹവ്വുല അസ്ലാ ഒരിക്കലും ആ വിശ്വാസം എണ്ണമറ്റതാവുന്നതിനെയോ മാറ്റം വരുന്നതിനെയോ സ്വീകരിക്കുന്നില്ല. യഖ്ബലു സ്വീകരിക്കുന്നില്ല. അത്തഅദ്ദുദ എണ്ണം വ്യത്യസ്ത എണ്ണങ്ങളുള്ളതും തഹവ്വുല മാറ്റമുള്ളതും, മാറ്റമുള്ളതോ അല്ലെങ്കിൽ എണ്ണം വർദ്ധിച്ചതോ ഒന്നും ആവാതെ അതിനെ സ്വീകരിക്കുകയില്ല. അസ്ലൻ ഉറപ്പായിട്ടും അടിസ്ഥാനപരമായിട്ടും. ഇന്ന മഖ്തലഫു തീർച്ചയായിട്ടും അവർ അഭിപ്രായ വ്യത്യാസമുള്ളവരായത് ഫീ ബഅദി അഹ്കാമി ശരീഅത്തി ശരീഅത്തിന്റെ ചില വിധിവിലക്കുകളിലാണ്, ചില വിധികളിലാണ്. ലികൗനിഹ ഫർആ ശരീഅത്തിന്റെ ഹുക്കുമുകൾ ഫർആയതിനാൽ. ഇന്ന മഖ്തലഫു തീർച്ചയായിട്ടും അവർ അഭിപ്രായ വ്യത്യാസമുള്ളവരായ ഫീ ബഅദി അഹ്കാമി ശരീഅത്തി ശരീഅത്തിന്റെ ഹുക്കുമുകളിൽ. ലികൗനിഹ ശരീഅത്തിന്റെ ഹുക്കുമുകളായതിനാൽ ഫർആയ ശാഖാപരമായ കാര്യങ്ങളായതിനാൽ. ഫർ എന്ന് പറഞ്ഞാൽ ശാഖാപരമായ. അപ്പൊ വിശ്വാസപരമായ കാര്യങ്ങൾ അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങളായതുകൊണ്ട് അതിൽ അവർ വ്യത്യാസപ്പെട്ടിട്ടില്ല. അതായത് അള്ളാഹു ഏകനാണ്, മലക്കുകളുണ്ട്, കിതാബുകളുണ്ട്, പ്രവാചകന്മാരുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും അവരെന്തായിട്ടില്ല, അഭിപ്രായ വ്യത്യാസം ഉണ്ടായിട്ടില്ല. അള്ളാഹുവിന്റെ വിശേഷണങ്ങളെ കുറിച്ചും വാജിബും മുസ്തഹിലുമായ സിഫത്തുകളെ കുറിച്ചൊക്കെ അതൊക്കെ വിശ്വാസമാണ്, അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. മറിച്ച് ശരീഅത്തിന്റെ ഹുക്കുമുകൾ അവരെന്താ ഇഖ്തിലാഫായിട്ടുണ്ട്, കാരണം അത് ഫർഇയായ കാര്യമാണ്. ഈ തഅല്ലുഖിഹ അഹ്കാമു ശരീഅത്ത് ബന്ധപ്പെട്ടതിനാൽ ബിൽ അമലി അമലിനോട്, പ്രവർത്തനങ്ങളോട്. അല്ലത് എങ്ങനെ തമ്മിലാണ് തൂജിബുൽ ഹിക്മത്തു ഹിക്മത്ത് നിർബന്ധമാക്കുന്നു. ഇഖ്തിലാഫഹു ആ അമലുകൾ വ്യത്യാസപ്പെടാൻ ബിഖ്തിലാഫിൽ ഉമമി സമൂഹങ്ങൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ച്, അതായത് ഓരോ സമൂഹവും കാലവും മാറുന്നതിനനുസരിച്ച് അവിടുത്തെ അമലുകളൊക്കെ വ്യത്യാസപ്പെടുന്നതിനെ ഹിക്മത്ത് തേടുന്നു, നിർബന്ധമാക്കുന്നു. സമാനൻ വ മക്കാനൻ വഹാലൻ വ തബഅ സമാനൻ അത് വ്യത്യസ്ത സമയങ്ങൾ വ്യത്യാസപ്പെടുന്നതിനനുസരിച്ചും, ഇഖ്തിലാഫിൽ ഉമമി സമൂഹങ്ങൾ വ്യത്യാസപ്പെടുക അതെങ്ങനെയൊക്കെ വ്യത്യാസപ്പെടുന്നു എന്നാണ് പറയുന്നത്. സമാനൻ കാലം, വ മക്കാനൻ അതിന്റെ സ്ഥലങ്ങള്, വഹാലിൻ അതിന്റെ അവസ്ഥകള്, വ തബഅൻ അതിന്റെ പ്രകൃതം. ഇതെല്ലാം നോക്കിയിട്ട് സമയവും കാലവും പ്രകൃതവും അവരുടെ അവസ്ഥകളെല്ലാം നോക്കിയിട്ട് ഓരോ സമൂഹം വ്യത്യാസപ്പെടുന്നു. അപ്പോ ഇവിടെ ഓരോ ഹുക്കുമുകളും എന്താകുന്നു, ഓരോ സമൂഹത്തിലും ഓരോ പ്രവാചകന്മാരുടെ സമൂഹത്തിലുണ്ടാകുന്ന ഹുക്കുമുകൾ എന്താകുന്നു, വ്യത്യാസപ്പെടുന്നു. പക്ഷെ എന്ത് വ്യത്യാസപ്പെടുന്നില്ല, അവരുടെ വിശ്വാസം വ്യത്യാസപ്പെടുന്നില്ല. ഓക്കെ, അപ്പൊ അതാണ് ഇന്നത്തെ വിഷയം. അതാണ് ഖുലാസ എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ അർത്ഥങ്ങളൊക്കെ എല്ലാവരും എഴുതിയിരിക്കുക, നല്ല രൂപത്തിൽ അർത്ഥം വെച്ച് പഠിക്കുക. ഇൻഷാ അല്ലാഹ് അടുത്ത പീരീഡിന് എന്തുണ്ടാവും, പരീക്ഷ ഉണ്ടാവും. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഒരുങ്ങുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.